എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീഷ്. ഫിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് വണ്ടൂരിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ നമ്മുടെ നീറ്റ് റിസൾട്ട് വന്നപ്പോൾ അതിൽ 675 മാർക്കുണ്ട്. നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് 928 വരുന്നുണ്ട്. പിന്നെ കാറ്റഗറി റാങ്ക് 271 വരുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജ് കിട്ടുന്നില്ലാണ് പ്രതീക്ഷ. MBBS കിട്ടട്ടെ. പിന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ എപ്രകാരമാണ് ഈ ഒരു നേട്ടം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അതുകൊണ്ട് പറയാം, ഈ നേട്ടത്തിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫിൻസിൻ്റെ സ്ഥാപനം എപ്രകാരമാണ് ഈ നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി എന്നെ സഹായിച്ചത്, പിന്നെ ഈ നേട്ടത്തിന് പിന്നിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ആരൊക്കെ, തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഞാനിവിടെ പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പറയാനാണെങ്കിൽ ഫിൻസ് എന്ന സ്ഥാപനം ഞാൻ ജസ്റ്റ് പറയാം. അതായത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഈ ഫിൻസ് എന്ന് പറഞ്ഞ വേർഡ് കേൾക്കുന്നത് 24 എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് സൂര്യയുടെ. അപ്പോൾ അതിൽ വില്ലൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് നമ്മുടെ നായകനായിട്ടുള്ള സൂര്യ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് ഫിൻസ് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പാട്ടുണ്ടായിരിക്കും, നമുക്കറിയാം, ഈ വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ മറ്റൊരു ഫിലിം. അതിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എന്ന് പറഞ്ഞ്. ആ പാട്ട് നടക്കുന്ന കോളേജിൻ്റെ പേര് ഫിൻസാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്ക്രീനിൽ ആ ഫിൻസ് എന്നുള്ള പേര് അത് നമ്മൾ ജസ്റ്റ് സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തിന് അത് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ആ ഒരു പേരിൽ നിന്ന് ഇന്ന് കേരളം മൊത്തം അറിയപ്പെടണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു പേരാണ് ഫിൻസ് എന്ന് പറഞ്ഞ പേര്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അറിയാം, ഫിൻസ് അതിൻ്റെ MD ആയിട്ടുള്ള ഷബീർ സാറ്. അദ്ദേഹമാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മാനാണ്. അതായത് അദ്ദേഹം കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമാണ് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത്, അതായത് നമുക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കും, പക്ഷെ എപ്രകാരമാണ് ആ ലക്ഷ്യത്തിലോട്ട് എത്തുക എന്നുള്ള കാര്യം അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടാന്നുള്ളത് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ എൻട്രൻസിനെ കുറിച്ച് ഞാൻ കുറച്ച് സംസാരിക്കാം. അപ്പോൾ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീറ്റിൽ വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പേടിക്കേണ്ട പോലെ ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ മെഡിക്കലിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരിതാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ള സംഭവം. വലിയ പരീക്ഷയൊക്കെ തന്നെ കേട്ടോ. ഇന്ത്യയിലെ മോസ്റ്റ് ടഫസ്റ്റ് ആയിട്ടുള്ള കോഴ്സാണ് MBBS. അപ്പോൾ അത് അങ്ങോട്ട് എത്താനുള്ള ഈ ഒരു കോഴ്സ് അത് ഭയങ്കര ടഫാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കും നേടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ്. സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ച് വന്ന് LKG UKG ഒന്നും പോവാതെ നമ്മുടെ അംഗനവാടികളിലും അതേപോലെ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച് വന്നിട്ട് പിന്നെ +1 എത്തുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചില കുട്ടികൾക്ക്, ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ചില കുട്ടികൾക്ക് മലയാളം മീഡിയത്തിൽ വന്ന കുട്ടികൾക്ക് കുറച്ച് പേടി ഉണ്ടായിരിക്കും, ഇപ്പോൾ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല, അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നീറ്റ് എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ജസ്റ്റ് ഇപ്പോൾ ഫിൻസ് ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവിടെ +1 +2 ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന നോട്ട്സ് ഉണ്ട്. ആ നോട്ടിലുള്ള എല്ലാ പോയിൻറ്റും മാത്രമേ ഇത്തവണത്തെ നീറ്റിന് വന്നിട്ടുള്ളൂ. +1 +2 ക്ലാസ്സിൽ കൊടുക്കുന്ന കുട്ടികൾക്കുള്ള പോയിൻ്റത്തെ. അപ്പോൾ അതാണ് ആക്ച്വലി നീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബേസ് തൊട്ട് തന്നെ, നമുക്കിപ്പോൾ ഒരു ബേസിനൊരു ബേസ് എന്ന് പറയുമ്പോൾ എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മളൊരു ബുക്ക് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഇവിടെ +1 +2 മാഷന്മാർ കൊടുക്കുന്ന സാധാരണ ക്ലാസ് നോട്ടാണ്. ആ സാധാരണ ക്ലാസ് നോട്ടിൽ തന്നെ എന്തുണ്ടായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും, പോയിന്റുകൾ ഉണ്ടായിരിക്കും. ആ പോയിന്റുകളൊക്കെ തന്നെ ഇത്തവണത്തെ നീറ്റിന് വന്നതായിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു. അപ്പോഴൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, പിന്നെ എങ്ങനെയാണ് ഇത്ര ഒരു മാർക്ക് കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ആ സമയത്തുണ്ടാകുന്ന ചില പാളിച്ചകളായിരുന്നു. എൻട്രൻസ് എന്നുള്ള രംഗത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, അവിടെ ടെൻഷൻ എന്നുള്ള കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നതിൽ ടെൻഷൻ എത്രത്തോളം
ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തീരുമാനിക്കാനോട് കൂടിയുള്ളൊരു ടെസ്റ്റാണ് നീറ്റ്. അത് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ നീറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടെൻഷൻ എന്നുള്ള സാധനം തന്നെ ഒഴിവാക്കണം. എനിക്കൊക്കെ പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റാണ്, 2ാമത്തെ വർഷമാണ്. അപ്പോൾ ഇനി കിട്ടില്ലേ ഇനിയിത് കിട്ടിയില്ലെങ്കിൽ എപ്രകാരം അല്ലെങ്കിൽ എങ്ങനെയാണ് സംഗതി ഉണ്ടാവുക എന്നുള്ളൊരു പേടി. അത് പരീക്ഷൻ്റെ ഒരാഴ്ച മുന്നേ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ കുറച്ചൊരു ഡൗൺ ആയി. പിന്നെ വീട്ടിൽ അമ്മയും അച്ഛനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മേൻ്റെ അച്ഛൻ്റെ സപ്പോർട്ട് കൊണ്ട് ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഫിൻസിൽ എത്തിപ്പെടാനും പിന്നെ ഇത്തരത്തിലൊരു നല്ല മാർക്ക് കിട്ടാനും കാരണമായിട്ടുള്ളത്. പിന്നെ ഇതോടൊപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അതെന്ന് വെച്ചാൽ ഞാൻ പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആളെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തണം എന്നുള്ളത് എന്നേക്കാളുപരി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളുണ്ട്. അയാളാണെങ്കിലോ എനിക്ക് വേണ്ടിയിട്ട് പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ഞാൻ നല്ലൊരു നന്ദിയാണ് ഈ സമയത്ത് അയാൾക്ക് ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള താങ്ക്സ് പറയുകയാണ്. അത് ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ അയാൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫിൻസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക നമ്മളിപ്പോൾ വേറെ വലിയ സ്ഥാപനം എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയ സ്ഥാപനങ്ങളിൽ പോയാൽ നമുക്ക് റാങ്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രോബ്ലം. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അപ്രകാരമാണ് നമ്മുടെ മാർക്കറ്റിംഗ് വരുന്നത്, അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 100 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ 100 കുട്ടികളുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് സാറുമാർ ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ ഒരു മാഷിന് 10 കുട്ടികളെ വെച്ചിട്ട് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതേസമയം 10 കുട്ടികളുള്ളൊരു സ്ഥാപനത്തിൽ 10 അധ്യാപകരുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഓരോ കുട്ടികളെയും വെച്ചിട്ട് ഓരോ അധ്യാപകർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അവരുടെ പഠിത്തം കീഴ്പ്പെട്ട് പോകുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കും. അപ്പോൾ അപ്രകാരമുള്ളൊരു ഒരു മേന്മയാണ് ഫിൻസ് എന്നുള്ള സ്ഥാപനത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ കുട്ടികൾ കുറവാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്രത്തോളം സ്റ്റാഫും കാര്യങ്ങളും നമ്മൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ സ്മിത ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട് ഞങ്ങൾക്ക്. ടീച്ചർ എന്താണെന്ന് വെച്ചാൽ മറ്റൊരു നമ്മുടെ സ്വന്തം അമ്മ എപ്രകാരമാണ് അപ്രകാരമുള്ളൊരു ടീച്ചറാണ്. ഇപ്പം ഇന്ന് റിസൾട്ട് അറിയാൻ വന്നിട്ട് എൻ്റെ അമ്മയും സ്മിത ടീച്ചറും ആകെ കരഞ്ഞ്, രണ്ടാളും ഒരേപോലെ കരഞ്ഞു. കാരണം രണ്ടാൾക്കും ഞാൻ മകൻ തന്നെയാണ്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ സെൻറ്ററത്തെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പോലെ ഞാൻ ആരെയും കുറ്റം പറയല്ല, ആരെയും മോശമായിട്ട് പറയാൻ ഉദ്ദേശിക്കല്ല. അവർ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന സാധനം വളരെ കൂടുതലായിട്ട് കൊടുക്കും. അതായത് അവിടുത്തെ ടോപ്പ് റാങ്കിലെ കുട്ടികൾ അങ്ങനത്തെ നന്നായിട്ട് കൊടുക്കും. അത് എല്ലാ സെൻറ്ററും കൊടുക്കുന്നത്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കിട്ടാതെ പോകുന്ന എത്രത്തോളം കുട്ടികളുടെ എണ്ണം അതാരും നോക്കാറില്ല. ഉദാഹരണത്തിന് വലിയ സെൻറ്ററിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 1000-ങ്ങളായിരിക്കും. പക്ഷേ അതിൽ കിട്ടുന്നത് 100-ന് താഴെ കുട്ടികളായിരിക്കും. പക്ഷേ ഈ ഒരു സെൻറ്ററിൻ്റെ പ്രത്യേകത 80 കുട്ടികളാണ് ഞാൻ പഠിക്കുന്ന ബാച്ചിൽ ഉണ്ടായിരുന്നത്. അതിന് എനിക്ക് തോന്നുന്ന 5 കുട്ടികളോളം MBBSന് ചാൻസ് ഉറപ്പിച്ചിട്ടുള്ള കുട്ടികളാണ്. ബാക്കി ഇനി വരുമ്പോൾ കൂടാനേ ചാൻസ് ഉള്ളൂ. പിന്നെ ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നീറ്റിനൊക്കെ സംബന്ധിച്ചിടത്തോളം NCERT ബേസ്ഡ് ആയിട്ടുള്ള നോട്ടുകൾ കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ NCERT പക്ക അറിയുമെങ്കിൽ ഇപ്പോൾ നീറ്റിന് ഫുൾ മാർക്ക് വാങ്ങുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. കൂടുതൽ ഔട്ട് കാര്യങ്ങളൊന്നും പറയാതെ NCERTനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ റിപ്പീറ്റ് നമ്മളിപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ അത് കാണുന്ന ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ റിപ്പീറ്റ് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരായിരിക്കാം. ചിലപ്പോൾ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരായിരിക്കാം. റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് ആദ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടട്ടെ, അത് വേറെ കാര്യം. കിട്ടും, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ നമ്മൾ താൻപായ ദൈവവാദി എന്നാണല്ലോ, നമ്മൾ പരമാവധി ചെയ്യുക, ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ അഥവാ ബൈ ചാൻസ് നിങ്ങൾക്ക് ഈ വർഷം കിട്ടിയിട്ടില്ല, ബൈ ചാൻസ് അഥവാ ആ സമയത്ത് ടെൻഷൻ അടിക്കാനും ചെയ്തിട്ട് അഥവാ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ വർഷം ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം എൻ്റെ മാർക്ക് 561 മാർക്ക്, 19,000 ഓൾ ഇന്ത്യയിൽ വന്നിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് BDSന് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോയില്ല. ഇനി ഒരു തവണയും കൂടി റിപ്പീറ്റ് ചെയ്താൽ എപ്രകാരം തോന്നുന്നു. അത് ഞാൻ പോകാത്ത എനിക്ക് വയസ്സ് കുറച്ച് കുറവാണ്, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ ആ ഒരു തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് എനിക്കിപ്പോൾ MBBSൻ്റെ സീറ്റിന് ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരിക്കലും നിരാശപ്പെടരുത്. ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും കിട്ടും.
ഇനി റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ കാര്യമാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നവരെന്താണെന്ന് വെച്ചാൽ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനമേ പാടില്ല. നമ്മൾ 2ാമത്തെ വർഷമാണ്, കാരണം ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ ഇപ്പോൾ 2nd ഇയർ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വർഷം കൂടി അഥവാ ഈ വർഷം പോയാൽ അവർ 3rd ഇയർ നമ്മൾ ഡിഗ്രിക്ക് അഡ്മിഷൻ പോലും എടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കരുത്, നമുക്ക് കിട്ടും. കാരണം നമ്മൾ 1 വർഷം കംപ്ലീറ്റ് പഠിച്ച ആൾക്കാരാണ്, നമുക്കെല്ലാം അറിയാം. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യത്തിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതാണ് റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഡോക്ടർ ആവണം എന്നായിരുന്നില്ല എൻ്റെ ഒരു സ്വപ്നം. കാരണം എനിക്കങ്ങനെ ഡോക്ടർ എന്നുള്ള പ്രൊഫഷനോട് അതായത് പ്രകാരം അവിടെ കൂടുതൽ ഇപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ കൂടുതൽ ഇടപെട്ടിരുന്നത് ഡോക്ടർമാരുമായിട്ടല്ല, കൂടുതൽ മാഷന്മാരുമായിട്ടായിരുന്നു കൂടുതൽ ഇടപെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാഷാവണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ എപ്പോഴാണ് +1 +2 എത്തി നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോകുന്ന സമയത്ത് അപ്പോഴാണ് എനിക്ക് ഡോക്ടർ എന്നുള്ള ഒരു വിഭാഗത്തിനോട് കൂടുതൽ റെസ്പെക്റ്റും അതുപോലെ തന്നെ ഇങ്ങോട്ട് എത്തണം എന്നുള്ളൊരു ഒരു എന്താ പറയുക ആഗ്രഹവും തോന്നിയത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഫിൻസിലോട്ട് എത്തുന്നത്. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ ഇവിടുത്തെ സാറുമാരായാലും ഷിബിർ സാറായാലും സ്മിത ടീച്ചറായാലും ഇൽഷാ സാറായാലും ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, ഈ സ്ഥാപനത്തിൽ ഒരുപാട് ആളുകൾ, ഇപ്പോൾ വാർഡൻ പോലും, നമ്മുടെ വാർഡനാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം വീട്ടിലൊരാളോട് പെരുമാറുന്ന പോലെയാണ് വാർഡന്മാരൊക്കെ പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്ത ആൾ, അങ്ങനെ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ എത്താൻ സാധിച്ചത്. പിന്നെ ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന കുട്ടികളോട് പിന്നെ എന്താ പറയുക, ഡോക്ടർമാരൊരു പൊതുവേ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സംസാരിക്കാത്ത ഒരു അഹങ്കാര ലുക്കല്ല കുട്ടികൾ. അങ്ങനെ ആവരുത്, എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം. അപ്പോൾ റിപ്പീറ്റിന് പോയാൽ തന്നെ എന്ത് ചെയ്യുന്നു, ഏത് നേരം പുസ്തകത്തിൽ നോക്കിയിരുന്നിട്ട് കുട്ടികൾ ഡൗട്ട് ചോദിച്ചാൽ പോലും പറഞ്ഞു കൊടുക്കുക, അതുപോലെ പഠിപ്പിസ്റ്റുകളുണ്ട്. അങ്ങനെ ആവരുത്. കുട്ടികൾക്ക് ഡൗട്ട് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അതിലൂടെ നമ്മുടെ അറിവാണ് വർദ്ധിക്കുക എന്ന് നമ്മൾ സാധാരണ പറയുന്നത് കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നീറ്റിന് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ സപ്ലിമെൻ്ററി പോർട്ടലിലൊരു കാര്യമാണ്, ഞാനത് വല്ലാതെ നോക്കിയിരുന്നില്ല. പക്ഷെ ഒരു കുട്ടി വാട്സപ്പിലേക്ക് ഡൗട്ട് ചോദിച്ചായിരുന്നു, അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ആ പോയിന്റ് കണ്ടു, ആ പോയിന്റ് അതേപോലെ നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ഒരിക്കലും വേറെ ആൾ ഡൗട്ട് ചോദിച്ചു വരുമ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ അവഗണനയൊന്നും പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ നമ്മളത് ബാധിച്ചില്ല, പക്ഷെ ഭാവിയിൽ ഉറപ്പായിട്ട് അത് ബാധിക്കും. നമ്മൾ കാരണം വേറൊരാൾക്ക് ഒരിക്കലും വേദന ഉണ്ടാക്കരുത്. പിന്നെ അത്ര തന്നെ ഉള്ളൂ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഇവിടുത്തെ സാറുമാർക്ക്, ഫിൻസിലെ എല്ലാ സാറുമാർക്കും, പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും, കുടുംബക്കാർക്കും, വീട്ടുകാർക്കും, നാട്ടുകാർക്കും, അങ്ങനെ എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുക. പിന്നെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ആൾക്കും എല്ലാവർക്കും ഞാൻ ആ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ താങ്ക് യു.